ഭരണഘടനയുടെ 14-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? USA. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ആണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് ആമുഖമാണ്. ഭരണഘടനയുടെ താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണ്. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ച വ്യക്തി HV കാമത്ത് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിപ്പിക്കുന്ന ഒരേയൊരു തീയതി 1949 നവംബർ 26 ആണ്. ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി BN റാവു ആണ്. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ: നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് BR അംബേദ്കർ. ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ: കൈവരിക്കാനുള്ള വ്യവസ്ഥകൾ, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 1976 42-ാം ഭേദഗതിയാണ്. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 42-ാം ഭേദഗതി മുഖേന ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ: സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഭിവാജ്യത. ആമുഖം ഭരണഘടനയുടെ അഭിവാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ്? ബേറു ബാറി കേസ് 1960 ആണ്. വി ദ പീപ്പിൾ എന്ന പുസ്തകം രചിച്ചത് ജ്ഞാനി പൽക്കിവാല ആണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ് 1973 ആണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ് 1973 2000 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭരണഘടനാ പുനഃപരിശോധന കമ്മിറ്റിയുടെ അധ്യക്ഷൻ MN വെങ്കിട്ടച്ചെല്ലയ്യ ആണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ഭരണഘടനയെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ളയാണ്. ഭരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവ് ആണ്. ഇത്രയും ചോദ്യങ്ങളെ നമുക്ക് ഒന്ന് വിശദമായി ഹൃദയസ്ഥമാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം ആണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആമുഖത്തിൻ്റെ ശില്പി എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടന ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ഇന്ത്യൻ ഭരണഘടന ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ശരിയായ ഉത്തരം USA. ഇന്ത്യൻ ഭരണഘടന ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? USA. ഇന്ത്യ ആമുഖത്തിൻ്റെ ആശയവും ഭാഷയും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത്. അമേരിക്കയാണ് ലോകത്ത് ആദ്യമായി ഭരണഘടനയ്ക്ക് ആമുഖം ഉൾപ്പെടുത്തിയ രാജ്യം. അമേരിക്കയാണ് ലോകത്ത് ആദ്യമായി ഭരണഘടനയ്ക്ക് ആമുഖം ഉൾപ്പെടുത്തിയ രാജ്യം. ഇന്ത്യൻ ഭരണഘടന ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് USA-യിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് USA-യിൽ നിന്നാണ്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് എന്നാണ്? ശരിയായ ഉത്തരം 1946
ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 ഓർമ്മിക്കുക. നെഹ്റു 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭ അത് പാസാക്കിയത് 1947 ജനുവരി 22. ഇതാണ് പിന്നീട് നമ്മുടെ ആമുഖത്തിൻ്റെ അടിസ്ഥാനമായത്. നെഹ്റു 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. 1946 ഡിസംബർ 13. ഭരണഘടനാ നിർമ്മാണ സഭ അത് പാസാക്കിയത് 1947 ജനുവരി 22. ഇതാണ് പിന്നീട് നമ്മുടെ ആമുഖത്തിൻ്റെ അടിസ്ഥാനമായതെന്ന് ഓർമ്മിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഭാഗം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഭാഗം ഏതാണ്? ശരിയായ ഉത്തരം ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഭാഗം ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഭാഗം ആമുഖമാണെന്ന് ഓർമ്മിക്കുക. ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് എന്നും താക്കോൽ എന്നും വിശേഷിപ്പിക്കുന്നു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ അടിസ്ഥാന മൂല്യങ്ങൾ ആമുഖത്തിൽ പ്രതിഫലിപ്പിക്കുന്നു. ഭരണഘടനയുടെ താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഭരണഘടനയുടെ താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ശരിയായ ഉത്തരം ആമുഖത്തെ. ഭരണഘടനയുടെ താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് തുടങ്ങുന്ന ആമുഖം ഭരണഘടനയ്ക്ക് അധികാരം നൽകുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇത് അമേരിക്കൻ മാതൃകയിൽ നിന്ന് സ്വീകരിച്ചതാണെന്ന് ഓർമ്മിക്കുക. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് ആമുഖം ആരംഭിക്കണമെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് ആമുഖം ആരംഭിക്കണമെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ശരിയായ ഉത്തരം HV കാമത്ത്. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് ആമുഖം ആരംഭിക്കണമെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയെ നിർദ്ദേശിച്ച വ്യക്തി HV കാമത്ത് ആണെന്ന് ഓർമ്മിക്കുക. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് ആമുഖം ആരംഭിക്കണമെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയെ നിർദ്ദേശിച്ച വ്യക്തിയാണ് കാമത്ത്. ദൈവത്തിൻ്റെ നാമത്തിലും മഹാത്മാഗാന്ധിയുടെ നാമത്തിലും ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശം വന്നിരുന്നു. പക്ഷേ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ സഭ അത് തള്ളി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേയൊരു തീയതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേയൊരു തീയതി. ശരിയായ ഉത്തരം 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേയൊരു തീയതി 1949 നവംബർ 26. ആമുഖത്തിൽ 1949 നവംബർ 26 എന്ന് മാത്രമാണ് ഒരു തീയതി പരാമർശിക്കുന്നത്. ഈ ദിവസമാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത്. ഇത് ഭരണഘടനാ ദിനമായും ആചരിക്കുന്നു. ഈ ദിനമാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത്. ഇത് ഭരണഘടനാ ദിനമായും അംഗീകരിക്കുന്നു. 1949 നവംബർ 26. 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിപ്പിക്കുന്ന ഒരേയൊരു ഡേറ്റ് 1949 നവംബർ 26 ഈ ദിവസമാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത്. ഈ ദിവസമാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത്. ഇത് ഭരണഘടനാ ദിനമായും ആചരിക്കുന്നു. ഭരണഘടനാ ദിനം എന്ന് പറഞ്ഞാൽ നവംബർ 26. ഭരണഘടനാ ദിനം നവംബർ 26 ഓർമ്മിക്കുക. ആമുഖമനുസരിച്ച് ഇന്ത്യ എങ്ങനെയുള്ള രാഷ്ട്രമാണ്? ആമുഖമനുസരിച്ച് ഇന്ത്യ എങ്ങനെയുള്ള രാഷ്ട്രമാണ്? ശരിയായ ഉത്തരം പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ആമുഖമനുസരിച്ച് ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമാണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ആമുഖമനുസരിച്ച് ഇന്ത്യ എങ്ങനെയുള്ള രാഷ്ട്രമാണെന്ന് ചോദിച്ചാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്.
യഥാർത്ഥ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതേതര എന്നീ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതേതര എന്നീ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. 42ാം ഭേദഗതി 1976 വഴി ഇന്ദിരാഗാന്ധി സർക്കാർ ആണ് ഈ വാക്കുകൾ കൂട്ടിച്ചേർത്തത്. 42ാം ഭേദഗതി 1976 വഴി ഇന്ദിരാഗാന്ധി സർക്കാരാണ് ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തത്. യഥാർത്ഥ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതേതര എന്നീ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. 42ാം ഭേദഗതി 1976 വഴി ഇന്ദിരാഗാന്ധി സർക്കാരാണ് ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തത്. ആമുഖമനുസരിച്ച് ഇന്ത്യ എങ്ങനെയുള്ള രാഷ്ട്രമാണ്? പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ആമുഖമനുസരിച്ച് ഇന്ത്യ പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്കാണ്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 1950 ആമുഖമനുസരിച്ച് ഇന്ത്യ എന്തായിരുന്നു? ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 1950 ആമുഖമനുസരിച്ച് ഇന്ത്യ എന്തായിരുന്നു? ശരിയായ ഉത്തരം പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക്. പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 1950 ആമുഖമനുസരിച്ച് ഇന്ത്യ പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക് ആയിരുന്നു. പിന്നീട് സോഷ്യലിസ്റ്റ്, മതേതര എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. 42ാം ഭേദഗതി 1976 വഴി ഇന്ദിരാഗാന്ധി സർക്കാരാണ് ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തതെന്ന് ഓർമ്മിക്കുക. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ശരിയായ ഉത്തരം BN റാവു. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി BN റാവു ആണ്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി BN റാവു ആണ്. ഭരണഘടന ഉപദേഷ്ടാവായിരുന്ന BN റാവു അദ്ദേഹം തയ്യാറാക്കിയ ഭരണഘടനയുടെ കരടിൽ ആണ് ആദ്യമായി ആമുഖം ഉൾപ്പെടുത്തിയത്. അദ്ദേഹം തയ്യാറാക്കിയ ഭരണഘടനയുടെ കരടിലാണ് ആദ്യമായി ആമുഖം ഉൾപ്പെടുത്തിയത്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി BN റാവു ആണ്. ഭരണഘടന ഉപദേഷ്ടാവായിരുന്നു BN റാവു. അദ്ദേഹം തയ്യാറാക്കിയ ഭരണഘടനയുടെ കരടിൽ ആണ് ആദ്യം ആമുഖം ഉൾപ്പെടുത്തിയത്. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്? ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്? ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റുവിൻ്റെ പ്രശസ്തമായ ലക്ഷ്യപ്രമേയത്തെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അടിസ്ഥാനമാക്കിയാണ് ആമുഖം തയ്യാറാക്കിയത്. നെഹ്റുവിൻ്റെ പ്രശസ്തമായ ലക്ഷ്യപ്രമേയത്തെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അടിസ്ഥാനമാക്കിയാണ് ആമുഖം തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് ആമുഖത്തിൻ്റെ ശില്പി എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആമുഖത്തിൻ്റെ ശില്പി എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിക്കുന്നത്. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ശരിയായ ഉത്തരം നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉൾപ്പെടുത്തേണ്ട ലക്ഷ്യങ്ങൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആമുഖത്തിൽ സാഹോദര്യം അല്ലെങ്കിൽ ഫ്രാറ്റേണിറ്റി എന്ന പദം ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ആമുഖത്തിൽ സാഹോദര്യം അല്ലെങ്കിൽ ഫ്രാറ്റേണിറ്റി എന്ന പദം ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ശരിയായ ഉത്തരം BR അംബേദ്കർ. ആമുഖത്തിൽ സാഹോദര്യം എന്ന പദം ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചത് BR അംബേദ്കർ. ആമുഖത്തിൽ സാഹോദര്യം എന്ന പദം ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണെന്ന് ഓർമ്മിക്കുക. സാഹോദര്യം എന്ന ആശയം ഡോക്ടർ BR അംബേദ്കർ ആണ് ആമുഖത്തിൽ കൊണ്ടുവന്നത്. ഇത് ഇന്ത്യൻ സമൂഹത്തിലെ ജാതീയമായ വിഭജനത്തെ ഇല്ലാതാക്കി ഐക്യം കൊണ്ടുവരാൻ ആവശ്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം കൈവരിക്കാനുള്ള വ്യവസ്ഥകൾ ഭരണഘടനയിൽ എവിടെയാണ്? ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ, അതായത് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം കൈവരിക്കാനുള്ള വ്യവസ്ഥകൾ ഭരണഘടനയിൽ എവിടെയാണ്? ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ, അതായത് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം കൈവരിക്കാനുള്ള വ്യവസ്ഥകൾ ഭരണഘടനയിൽ എവിടെയാണ്? ശരിയായ ഉത്തരം മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. ആമുഖത്തിൽ
വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം കൈവരിക്കാനുള്ള വ്യവസ്ഥകൾ ഭരണഘടനയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ എന്നിവയിലൊക്കെയാണ്. ആമുഖം ലക്ഷ്യം പറയുന്നു. ആ ലക്ഷ്യം നടപ്പിലാക്കാനുള്ള മാർഗങ്ങളാണ് പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 4A എന്നിവ. പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 4A എന്നിവ. ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകൾ ഭരണഘടനയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. ആമുഖത്തിൽ ഇതുവരെ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്? ആമുഖത്തിൽ ഇതുവരെ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്? ശരിയായ ഉത്തരം 1 തവണ. ആമുഖത്തിൽ ഇതുവരെ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 1 തവണ. ആമുഖത്തിൽ ഇതുവരെ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്? 1 തവണ. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമാണ് ആമുഖം ഭേദഗതി ചെയ്തത്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമാണ് ആമുഖം ഭേദഗതി ചെയ്തത്. സോഷ്യലിസ്റ്റ്, മതേതര, അഖണ്ഡത എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റ്, മതേതര, അഖണ്ഡത എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ആമുഖത്തിൽ ഇതുവരെ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 1 തവണ. 1976 42-ാം ഭരണഘടന ഭേദഗതിയിലൂടെ മാത്രമാണ് ആമുഖം ഭേദഗതി ചെയ്തത്. 1976 42-ാം ഭരണഘടന ഭേദഗതിയിലൂടെ മാത്രമാണ് ആമുഖം ഭേദഗതി ചെയ്തത്. സോഷ്യലിസ്റ്റ്, മതേതര, അഖണ്ഡത എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ആമുഖത്തിൽ ഭേദഗതി വരുത്താമോ എന്നത് തർക്കമായിരുന്നു. ബേരുബാരി കേസിൽ 1960 ഭേദഗതി പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പക്ഷേ കേശവാനന്ദ ഭാരതി കേസ് 1973 ഭേദഗതി വരുത്താം, പക്ഷേ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്തരുത് എന്ന് വ്യക്തമാക്കി. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42-ാം ഭരണഘടനാ ഭേദഗതി. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42-ാം ഭരണഘടനാ ഭേദഗതി 1976. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42-ാം ഭരണഘടനാ ഭേദഗതി 1976. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42-ാം ഭരണഘടനാ ഭേദഗതി 1976. ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്ന ഏറ്റവും വലിയ ഭേദഗതിയാണിത്. ഇതിലൂടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതേതര, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. മൗലിക കർത്തവ്യങ്ങൾ പാർട്ട് 4A കൂട്ടിച്ചേർത്തതും ഈ ഭേദഗതിയിലൂടെയാണ്. 42-ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ പാർട്ട് 4A കൂട്ടിച്ചേർത്തതും 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്ന് ഓർമ്മിക്കുക. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ഏതാണ്? ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ഏതാണ്? ശരിയായ ഉത്തരം ബേറുബാറി കേസ് 1960. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ബേറുബാറി കേസ് 1960. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ബേറുബാറി കേസ് 1960. എന്നാൽ പിന്നീട് കേശവാനന്ദ ഭാരതി കേസ് 1973 സുപ്രീം കോടതി ഈ നിലപാട് തിരുത്തി. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് എന്നും ഭരണഘടന ഭേദഗതി ചെയ്യാം, പക്ഷേ അടിസ്ഥാന തത്വങ്ങൾക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്നും വ്യക്തമാക്കി. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ബേറുബാറി കേസ് 1960. വി ദ പീപ്പിൾ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് ആര്? വി ദ പീപ്പിൾ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് ആര്? ശരിയായ ഉത്തരം നാനി പൽക്കിവാല. വി ദ പീപ്പിൾ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് നാനി പൽക്കിവാല. വി ദ പീപ്പിൾ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് ആരാണ്? നാനി പൽക്കിവാല. വി ദ പീപ്പിൾ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് നാനി പൽക്കിവാല ആണെന്ന് ഓർമ്മിക്കുക. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അനുച്ഛേദം 368 ഉപയോഗിച്ച് അടിസ്ഥാന ഘടന നിലനിർത്തി അതിൽ ഭേദഗതി വരുത്താമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ഏതാണ്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അനുച്ഛേദം 368 ഉപയോഗിച്ച് അടിസ്ഥാന ഘടന നിലനിർത്തി അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ഏതാണ്? ശരിയായ ഉത്തരം കേശവാനന്ദ ഭാരതി കേസ് 1973. കേശവാനന്ദ ഭാരതി കേസ് 1973. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അനുച്ഛേദം 368 ഉപയോഗിച്ച് അടിസ്ഥാന ഘടന നിലനിർത്തി അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ് 1973.
ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അനുച്ഛേദം 368 ഉപയോഗിച്ച് അടിസ്ഥാന ഘടന നിലനിർത്തി അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. 1973 ആണെന്ന് ഓർമ്മിക്കുക. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ബേസിക് സ്ട്രക്ചർ എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്ന കേസ് ഏതാണ്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ബേസിക് സ്ട്രക്ചർ എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്ന കേസ് കേശവാനന്ദ ഭാരതി കേസ് 1973 ആണെന്ന് ഓർമ്മിക്കുക. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്ന കേസ് കേശവാനന്ദ ഭാരതി കേസ് 1973 ആണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ബേസിക് സ്ട്രക്ചർ എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്ന കേസ് കേശവാനന്ദ ഭാരതി കേസ് 1973 ആണ്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ എടനീർ മഠാധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി സർക്കാരിനെതിരെ നൽകിയ കേസാണിത്. ഈ കേസിൽ 13 ജഡ്ജിമാരുള്ള ഭരണഘടനാ ബെഞ്ച് ആണ് വിധി പറഞ്ഞത്. സുപ്രീം കോടതി ചരിത്രത്തിലെ ഏറ്റവും വലിയ ബെഞ്ചാണ് കേശവാനന്ദ ഭാരതി കേസ്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ എടനീർ മഠാധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി സർക്കാരിനെതിരെ നൽകിയ കേസാണിത്. ഈ കേസിൽ 13 ജഡ്ജിമാരുള്ള ഭരണഘടനാ ബെഞ്ച് ആണ് വിധി പറഞ്ഞത്. സുപ്രീം കോടതി ചരിത്രത്തിലെ ഏറ്റവും വലിയ ബെഞ്ചാണ് ഇത്. 2000 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭരണഘടനാ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ നാഷണൽ കമ്മീഷൻ ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അധ്യക്ഷൻ ആരായിരുന്നു? 2000 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭരണഘടനാ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ശരിയായ ഉത്തരം MN വെങ്കടചെല്ലയ്യ. 2000 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭരണഘടനാ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ MN വെങ്കടചെല്ലയ്യ. 2000 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭരണഘടനാ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ നാഷണൽ കമ്മീഷൻ ടു റിവ്യൂ ദി വർക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അധ്യക്ഷൻ ആരായിരുന്നു? MN വെങ്കടചെല്ലയ്യ. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന MN വെങ്കടചെല്ലയ്യ അധ്യക്ഷനായ 11 അംഗ കമ്മീഷനെ അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ് 2000 ഫെബ്രുവരി 22 നിയമിച്ചത്. അടൽ ബിഹാരി വാജ്പേയിയാണ് 2000 ഫെബ്രുവരി 22 നിയമിച്ചത്. 2002 മാർച്ച് 31 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഭരണഘടന മാറ്റി എഴുതാനല്ല, മറിച്ച് അതിൻ്റെ പ്രവർത്തനം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്ന് പഠിക്കാനാണ് ഈ കമ്മീഷനെ നിയമിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്തിനെയാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്തിനെയാണ്? ശരിയായ ഉത്തരം ആമുഖം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ആമുഖത്തെ അദ്ദേഹം ഇങ്ങനെ വിളിക്കാൻ കാരണം ഇന്ത്യൻ രാഷ്ട്രം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഭാവി പ്രവചനം ലക്ഷ്യം അതിൽ അടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണെന്ന് ഓർമ്മിക്കുക. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല ആണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല ആണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല ആണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല ആണ്. ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് NA പൽക്കിവാല. ആമുഖം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷി. ആമുഖം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷി. ആമുഖം ഭരണഘടനയുടെ താക്കോൽ ആണെന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ. ആമുഖം ഭരണഘടനയുടെ താക്കോൽ ആണെന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ. ആമുഖം ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ. ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ. ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ. ആമുഖം ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ. ആമുഖം ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ. ആമുഖത്തെക്കുറിച്ചുള്ള പ്രധാന വിശേഷണങ്ങൾ. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് NA പൽക്കിവാല. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് NA പൽക്കിവാല. ആമുഖം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷി. ആമുഖം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷി. ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത്
ഏണസ്റ്റ് ബാർക്കർ. ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ. ആമുഖം ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ ആണെന്ന് ഓർമ്മിക്കുക. ആമുഖം ഭരണഘടനയുടെ ആത്മാവ് ആണെന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ ആണെന്ന് ഓർമ്മിക്കുക. ഭരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? കീനോട്ട് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ അല്ലെങ്കിൽ ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണെന്ന് ഓർമ്മിക്കുക. ആമുഖത്തെ ഭരണഘടനയുടെ കീനോട്ട് അല്ലെങ്കിൽ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണെന്ന് ഓർമ്മിക്കുക. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്തിനാണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്തിനാണ്? അനുച്ഛേദം 32 ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശം. അനുച്ഛേദം 32 ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനാണ്? അനുച്ഛേദം 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, ഹേർട്ട് ആൻഡ് സോൾ എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അനുച്ഛേദം 32 ആണെന്ന് ഓർമ്മിക്കുക. അനുച്ഛേദം 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിക്കപ്പെടുന്നത്. അനുച്ഛേദം 32 എന്നാൽ ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശം. അനുച്ഛേദം 32 ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിക്കപ്പെടുന്നത് അനുച്ഛേദം 32 അനുച്ഛേദം 32 എന്നാൽ ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശം ആണെന്ന് ഓർമ്മിക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.